മാധുര്യമേറിയ ദൈവതിരുനാമത്തിന് മഹത്വം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 21 സങ്കീർത്തനം 4 വാക്യം. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. ലോകത്തിലെ സകല മനുഷ്യർക്കും ബലം ക്ഷയിക്കുന്ന അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ബലം ക്ഷയിച്ചു പോകാറുണ്ട്. മക്കൾ ചൊവ്വുള്ള വഴിയിൽ നടക്കാതെ വരുമ്പോൾ മാതാപിതാക്കളുടെ ബലം ക്ഷയിച്ചു പോകാറുണ്ട്. ചില രോഗങ്ങൾ വരുമ്പോൾ ബലം ക്ഷയിച്ചു പോകാറുണ്ട്. അങ്ങനെ ആത്മീകവും ഭൗതികമായ നിലയിൽ ബലം ക്ഷയിക്കുന്ന അവസ്ഥ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇവിടെയാണ് ഇന്ന് വായിച്ച ഈ വാക്യത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇസ്രായേലിനെ മുഴുവനും ഭരിച്ച രാജാവാണ് ദാവീദ്. ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദിന് ആശ്രയിക്കാൻ കഴിയുന്ന, ഈ ദാവീദ് രാജാവിനെ പോലും രക്ഷിക്കാൻ കഴിയുന്ന മറ്റൊരു മഹാരാജാവിനെ ഈ വേദഭാഗം വരച്ച് കാണിക്കുകയാണ്. അത് മറ്റാരുമല്ല, സ്വർഗത്തിലെ ദൈവമാണ്. ബൈബിൾ വെളിപ്പെടുത്തുന്ന ത്രിയേക ദൈവമാണ്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ബലം ക്ഷയിച്ചിരിക്കുന്ന അവസ്ഥയാണോ? ചില ദുർഘടമായ പ്രതിസന്ധിയിലൂടെയാണോ നീ കടന്നു പോകുന്നത്? ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ബോധ്യത്തിലാണോ നീ ആയിരിക്കുന്നത്? എന്നാൽ ഒന്ന് പറയട്ടെ, ഒരു ശക്തനായ മഹാരാജാവ് സ്വർഗത്തിൽ നിനക്കായി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അവൻ്റെ ബലമുള്ള ഭുജത്താൽ ക്ഷീണിച്ചിരിക്കുന്ന നിന്നെ, തളർന്ന നിന്നെ, ബലമില്ലാതിരിക്കുന്ന നിന്നെ അവൻ്റെ ഭുജത്താൽ താങ്ങി നടത്തുവാൻ അവൻ ശക്തനാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നീ മുന്നോട്ട് പോ. നിൻ്റെ എല്ലാവിധ പ്രതിസന്ധിയെയും തകർത്തെറിഞ്ഞുകൊണ്ട് അവൻ്റെ ബലമുള്ള ഭുജത്താൽ താങ്ങി നിന്നെ നടത്തുന്ന ആ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ തീർച്ചയായും അവൻ ബലം തന്ന് നിന്നെ രക്ഷിച്ച് അവൻ്റെ ആ മഹിമാസന്നിധിയിൽ നിർത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ ദൂത് ഏറ്റെടുത്ത് ധൈര്യത്തോടെ നീ ആയിരിക്കുക. മേ ഗോഡ് ബ്ലെസ്.